പൗലോസ്ലീഹ പറയുന്നു, സകലതും അവൻ മുഖാന്തരമായിട്ടും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. അർത്ഥം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമായിട്ടും യേശുവിനായിട്ടും സകലതിനെയും ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു എങ്കിൽ നമുക്കും ഈ നാളുകളിൽ യേശുവിനായിട്ട് ജീവിക്കാം, യേശുവിന് വേണ്ടി ജീവിക്കാം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം, യേശുവിന് ആയിട്ടും കർത്താവ് യേശു ക്രിസ്തുവിലൂടെയും. കാരണം നമുക്ക് മുൻപാകെ കർത്താവ് യേശു ഒരു മാതൃക വച്ചേച്ചു പോയി. ഈ ദിവസവും യേശു കർത്താവിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസം ശ്രദ്ധിക്കാം, പരിശുദ്ധ ആത്മാവ് യേശു കർത്താവിനെ എവണ്ണം നമ്മുടെ മുൻപിൽ ചിത്രീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗാദി സ്വർഗത്തിൽ 1000-1000 10,000-10,000 എന്ന് വെച്ചാൽ കോടാനുകോടി ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവ് യേശുവിനെ ഇതാ ആരാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ അനേക പ്രാവശ്യം അവിടെ ഇതാ യേശുവിനെ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന പേരത്രേ അറുക്കപ്പെട്ട കുഞ്ഞാട്, ദ ലാം ഹൂ വാസ് സ്ലെയിൻ, അറുക്കപ്പെട്ട കുഞ്ഞാട്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം, അതുപോലെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ ഇത് ആരാധനയുടെ ചിത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൂതന്മാർ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ ഇതാ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം എന്ന് പറഞ്ഞ് ആരാധിപ്പാൻ ഗുണം യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് കേൾക്കാം. അനേക ഉപമകൾ യേശുവിനെ കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ ഗുണം കഴിയും. ശാരോനിലെ പരിധിയിൽ പുഷ്പം, താഴ്വരയിലെ താമരപ്പൂ, 10,000-ങ്ങളിൽ അതിസുന്ദരൻ, യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നിത്യാദി ധാരാളം പദങ്ങൾ യേശുവിൻ്റെ വിശേഷതയെക്കുറിച്ച് തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് വായിപ്പാൻ കഴിയും. 78-ാം സങ്കീർത്തനം 2-ാം വാക്യം, ഉപമ പ്രസ്താവിപ്പാൻ ഞാൻ വായു തുറക്കും എന്നരുളി ചെയ്ത ദൈവം ഇന്ന് പകലും ഉപമകളിലൂടെ സംസാരിക്കുന്നവനാണ്. യേശുവും ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ മർക്കോസ് വിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഉപമകളിലൂടെ സംസാരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, യേശു കർത്താവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന പല ഉപമകൾ ഒന്നത്രേ ദ ലാംബ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. നോക്കാം, ആരാധനയ്ക്ക് യോഗ്യനായി സ്വർഗാദി സ്വർഗത്തിൽ ഇന്ന് പകലും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ആരാധ്യനായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ത്? ഒന്ന്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം യേശു കർത്താവിനെ വിരൽ ചൂണ്ടി പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപമില്ലാത്തവനായ യേശു നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ ഈ ലോകത്തിൽ കടന്നു വരികയുണ്ടായി. 1 യോഹന്നാൻ 3:5 പറയുന്നു, നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം ഇല്ലാത്തവനെ ദൈവം പാപം ആക്കി എന്ന്. അതെ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാൻ പാപമില്ലാത്തവനായി യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. ട്രഡീഷണലി, പാരമ്പര്യപ്രകാരം നോക്കിയാൽ ഇസ്രായേൽ സമൂഹം ലേവ്യ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ 7 മുതൽ താഴോട്ട് വായിക്കുന്നതായ സമയത്ത് സമാഗമന കൂടാരത്തിന് മുൻപാകെ ആണ്ടിലൊരിക്കൽ 2 ആട്ടുകൊറ്റന്മാരെ ഇതാ നിർത്തുന്നു. ഒന്നിനെ അപ്പോൾ തന്നെ അതിനെ യാഗമാക്കുന്നു. രണ്ടാമത്തതിൻ്റെ തലമേൽ പുരോഹിതൻ കരങ്ങളെ വെച്ച് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നു. എന്നിട്ട് എപ്പോഴാണോ മരുഭൂമിയിലേക്ക് ആ ആട്ടുകൊറ്റനെ പറഞ്ഞു വിടുന്നത്, പാരമ്പര്യം പറയുന്നു, യഹൂദ തൽമൂദകൾ പറയുന്നു, ചുവന്ന നിറമുള്ളതായ ഒരു രക്താംബരത്തെ എടുത്ത് ദേവാലയത്തിൻ്റെ ഉത്തരത്തിൽ പുരോഹിതൻ കെട്ടുമത്രേ. അതിൻ്റെ നിറം ചുവപ്പാണ്. എന്നാൽ മരുഭൂമിയിൽ ഇസ്രായേൽ സഭയുടെ പാപത്തെ ചുമന്നു കൊണ്ടുപോയതായ കോലാട് എപ്പോഴാണോ കൊല്ലപ്പെടുന്നത്, എപ്പോഴാണോ അത് മരിക്കുന്നത്, അപ്പോൾ തന്നെ ആ രക്താംബരം ചുവന്ന നിറത്തിലുള്ളത് വെണ്മയായി തീരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ മരിച്ചു കഴിഞ്ഞ് വീണ്ടും ദേവാലയം 40 വർഷം കൂടെ നിൽക്കുകയുണ്ടായി. ചരിത്രം പറയുന്നു, അതെ, 40 വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം പോലും പിന്നെ രക്താംബരമായ ചുവന്ന
ആ ത്രെഡ് അല്ലെങ്കിൽ ചുവന്ന രക്താംബരം അതൊരിക്കലും വെണ്മയായി തീർന്നിട്ടില്ല. കാരണം എന്ത്? യേശുവാണ് പിന്നെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അക്കാലങ്ങളിൽ യഹൂദന്മാർ ഈ പ്രകാരം വിളിച്ചു ചോദിച്ചു, എലോഹീം, ഓ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എലോഹീം, ഞങ്ങളുടെ കുഴപ്പം എന്താണ്? ഞങ്ങളുടെ പാപം ഞങ്ങളുടെ മുൻപിൽ കടും ചുവപ്പായിരിക്കുന്നു, അത് വെണ്മയാകുന്നില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായി നിങ്ങളുടെ മുൻപിൽ ഏറ്റവും വലിയ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായിരിക്കുന്നു എങ്കിൽ കർത്താവ് യേശുവിൻ്റെ വിലയേറിയ രക്തം സകല പാപത്തെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതേ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നമ്മുടെ പാപത്തെ നമുക്ക് വേണ്ടി ചുമന്ന് കഴിഞ്ഞു. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവൻ്റെ രക്തത്തിന് ഇന്ന് പകലും ശക്തിയുണ്ട്. ഏറ്റുപറഞ്ഞാട്ടെ, നിലവിളിച്ചാട്ടെ, യേശുവേ, എൻ്റെ പാപത്തെയും അവിടുന്ന് ചുമന്ന് നീക്കിയതിനായി നന്ദി. എന്നെയും കൃപയാൽ രക്ഷിക്കണമേ. നമ്പർ 1, അവൻ പാപങ്ങളെ ചുമങ്ങുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട്. രണ്ടാമതായി 1 പത്രോസിലെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. രണ്ടാമതായി ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു നമുക്ക് വേണ്ടി ചെയ്തത്, അവൻ നമ്മെ വീണ്ടെടുത്തു. ഞാനിങ്ങനെ ഉപമയായി പറയട്ടെ, സാത്താൻ്റെ ചന്തയിൽ വിലയില്ലാത്തവരായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ യേശു അതുവഴി കടന്നു വരികയുണ്ടായി. തൻ്റെ വിലയേറിയ രക്തത്താൽ, തൻ്റെ പരിശുദ്ധ രക്തത്താൽ, തൻ്റെ വിലയേറിയ രക്തത്തെ നൽകി യേശു നമ്മെ വീണ്ടെടുക്കുകയുണ്ടായി. യേശുവിൻ്റെ രക്തം ഏറ്റവും വിലയേറിയതത്രേ. ആ വിലയേറിയ രക്തം തന്ന് കർത്താവ് യേശു നമ്മെ വീണ്ടെടുത്തപ്പോൾ ഇന്ന് നമ്മൾ വിലയേറിയവരാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, നിന്നെ ഞാൻ വിലയേറിയവനും മാന്യനും എന്ന് എണ്ണിയിരിക്കുന്നു. നാട്ടുകാരുടെ മുൻപിൽ, ദേശക്കാരുടെ മുൻപിൽ നിങ്ങൾ വിലയില്ലാത്തവരായി ഈ ദിവസങ്ങൾ തലകുനിഞ്ഞ് നടക്കുന്നവരെങ്കിൽ ധൈര്യമായിരിക്കുക. സ്വർഗം പറയുന്നു, ദൈവം പറയുന്നു, അഥവാ കർത്താവ് യേശു പറയുന്നു, എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ വിലയേറിയ എൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നു. അതെ, നീ എനിക്ക് വിലയുള്ളവനത്രേ. നിലയും വിലയുമില്ലാതെ മറ്റുള്ളവർ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുന്നു എങ്കിൽ അവിടെ നടുവിൽ തന്നെ വിലയും നിലയും ഉള്ളവരായി അതേ ദൈവം നിങ്ങളുടെ തല ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തിത്വങ്ങളുടെ നടുവിൽ അതെ വിലയും നിലയും ഉള്ളവരാണ്. കാരണം വിലയേറിയ രക്തത്താൽ ദൈവം നിങ്ങളെ, യേശു നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. 3-ാമതായി വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള വിഷയത്തിൽ 1 കൊരിന്ത്യർ 5:7 വായിക്കുമ്പോൾ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശു തന്നെ. നമ്മുടെ പാസ് ഓവർ ലാംബ്, പെസഹ കുഞ്ഞാടാണ് ഈ യേശു കർത്താവ്. എങ്ങനെ പറവാൻ കഴിയും? അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശുമേൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മുടെ ഇന്നലകൾ മുഴുവൻ കടന്നു പോകുകയുണ്ടായി. അതും പൗലൂസ് ഇതാ ഒരു ഉപമയിലൂടെ പറയുന്നു, പാസ് ഓവർ ലാംബ്, പെസഹ കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിൻ്റെ ചരിത്രം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 12, 13, 14 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം 400 സംവത്സരം ഈജിപ്തിൽ അഥവാ മിസ്രൈമിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിൽ അഥവാ മിസ്രൈമിൽ ബന്ധിക്കപ്പെട്ടിരുന്നതായ അതെ ആ ജനത്തിൻ്റെ കഷ്ടത ദൈവം കണ്ടു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടിവിപ്പാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൈവം മിസ്രൈമിൽ ഇറങ്ങി നിന്ന് സംസാരിച്ചു. അന്നത്തെ മിസ്രൈം, അന്നത്തെ ഈജിപ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ്, ഏറ്റവും വലിയ രാജാവാണ് ഫറവോൻ. ഏറ്റവും വലിയ രാജ്യത്തെയും ഏറ്റവും വലിയ രാജാവിനെയും ഏറ്റവും ഭയങ്കര സൈന്യത്തെയും തകർക്കുവാൻ കർത്താവ് ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് ആനകളെയല്ല ഇറക്കിയത്, ബലമില്ലാത്തതായ ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ ദൈവം എടുത്തു. യുദ്ധങ്ങളെ ദൈവം, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവരായ ദൈവം, കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയുന്ന ഇന്റലിജന്റ് ഗാഡ്, ബുദ്ധിയുള്ള ദൈവം ബലഹീനമായ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് ആ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു. സഹോദരങ്ങളെ, ബലവാന് ബലഹീനരുടെ തമ്മിൽ കാര്യമുണ്ടായാൽ ഇന്ന് പകലും നിങ്ങൾക്ക് വേണ്ടി കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൈവം അതേ നിങ്ങൾക്കായി ജീവിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഫറവോന്റെ സൈന്യത്തെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തകർത്ത് കളവാൻ ദൈവം തെരഞ്ഞെടുത്തത് ഒരു ഊനമില്ലാത്തതായ ഒരു ആട്ടിൻകുട്ടിയെ അത്രേ.
എന്നിട്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണുക ഇല്ല. അതെ, കഴിഞ്ഞ കാലത്തെ ബന്ധനങ്ങൾ, ഇന്നലത്തെ മുറവിളികൾ, നിലവിളികൾ, പ്രശ്നങ്ങൾ, വേദനകൾ, വ്യഥകൾ, നിരാശകൾ, ഓപ്പറേഷൻസ്, കീമോതെറാപ്പി, ഇന്നലകളിൽ നിങ്ങൾ കടന്നു വന്നതായ താഴ്വരകൾ, കുന്നുകൾ, തീകൾ, വെള്ളങ്ങൾ, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ നാമത്തിന് മഹത്വത്തിനെ ഞാൻ പ്രഖ്യാപിച്ചു പറയട്ടെ, ഇന്നലകൾ നിങ്ങൾക്കെതിരെ പൊങ്ങിയതൊന്നും ഇനി മേലാൽ നിങ്ങളുടെ മേൽ പൊങ്ങി വരത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നിങ്ങൾ കാണുകയില്ല. കാരണം അറുക്കപ്പെട്ട കുഞ്ഞാടായി കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. പാപങ്ങളെ ചുമന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞാട്, വീണ്ടെടുത്ത കുഞ്ഞാട് മാത്രമല്ല, നമ്മുടെ പെസഹ കുഞ്ഞാട്. വീണ്ടും വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വിഷയവുമായി യേശു കർത്താവിലേക്ക് ഉറ്റുനോക്കുമ്പോൾ പ്രവാചകനാകുന്ന ഏശയ്യാവ് പറയുകയാണ്, 53 അധ്യായം 7 വാക്യം, ഏശയ്യ 53:7 വായിക്കുമ്പോൾ, രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാട്. സഹോദരങ്ങളെ, 600ഓളം പടയാളികൾ യേശുവിനെ അടിച്ചു തകർക്കുന്നതായ ഗബദ എന്നറിയപ്പെടുന്നതായ കൽത്തളത്തിലെ ചിത്രം ദീർഘദർശിയായ അഥവാ പ്രവാചകനാകുന്ന ഏശയ്യാവ് യേശു കർത്താവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പേ കാണുകയാണ്. സുവിശേഷകൻ പറയുന്നു, പട്ടാളം എല്ലാം അവന്റെ നേരെ വന്നു. പട്ടാളം എല്ലാം എന്ന് പറഞ്ഞാൽ ജോസീഫസ് പറയുകയാണ്, ചരിത്രകാരൻ പറയുന്നു, ഏകദേശം 600ഓളം പടയാളികളാണ് ഉള്ളത്. ചിന്തിച്ചാട്ടെ 600 ചെന്നായ്ക്കൾ ഒരു കുഞ്ഞാടിനെ പിച്ചു ചിന്തിയാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം പ്രാപിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നീതി വെളിപ്പെടുവാൻ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, എല്ലാ തുറകളിലും ദൈവിക ന്യായം, ദൈവിക നീതി ഉദിച്ച സൂര്യനെ പോലെ നിന്റെ ജീവിതത്തിൽ ഉദിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് അന്യായമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ യേശു ചെന്നായെപ്പോലെ ഓരിയിട്ടില്ല, പകരം കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നു. അർത്ഥം, നമ്മുടെ മാതൃക പുരുഷനായ കുഞ്ഞാട്. നമ്മുടെ മാതൃക ഏതോ പ്രവാചകനോ, ഏതോ പ്രാസിംഗനോ, ഏതോ പാസ്റ്ററോ, ഏതോ ബിഷപ്പോ അല്ല, ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്കായി സ്തോത്രം. പകരം നമ്മുടെ അതേ മാതൃകാ പുരുഷൻ കർത്താവായ യേശു. 1 പത്രോസിന്റെ ലേഖനം 2 അധ്യായം 21 വാക്യം പറയുന്നു, അവൻ നമുക്ക് മുൻപിൽ ഒരു മാതൃക വച്ചിച്ചു പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നമുക്ക് മുൻപിൽ വച്ചിട്ട് പോയതായ ഒരു മാതൃകയാത്രേ. രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്നു കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ മിണ്ടാതിരുന്നു. ഈ ദിവസം മറ്റുള്ളവരെ നിങ്ങളെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തല്ലി തകർക്കുമ്പോൾ വായെ തുറക്കാതെ മിണ്ടാതെ ഇരിക്കുക. കാരണം തിരുവചനം പറയുന്നു, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെത് അത്രേ. അങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ ആ ഫയലിനെ, ആ വ്യഥയുടെ, വേദനയുടെ, ഒറ്റപ്പെടലിന്റെ, തകർച്ചയുടെ, പ്രതിസന്ധിയുടെ ഫയലിനെ കാര്യം ന്യായമായി വിധിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ, കണ്ണുനീരിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ അവിടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും, അവിടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ 19:1-2 യേശു കർത്താവ് ഗബദ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അട്ടിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ അവൻ മിണ്ടാതെ ഇരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതേ പട്ടണത്തിൽ അവൻ ഉയർത്തപ്പെട്ടു. ഇന്നും അതേ യെരൂശലേം പട്ടണത്തിൽ യേശുവിന്റെ അടഞ്ഞ കല്ലറയല്ല, ഒരു തുറന്ന കല്ലറയുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വെല്ലുവിളിക്കുന്ന നടുവിൽ ആർക്കും അടച്ചു കളവാൻ കഴിയാത്ത, ഒരു ഭൂതങ്ങൾക്കും ഒരു പിശാചിനും അടച്ചു കളവാൻ കഴിയാത്ത ഒരു തുറന്ന വാതിൽ ദൈവം നിങ്ങൾക്കായി വയ്ക്കുവാൻ പോകുന്നു. തലമുറകൾ മാറി പോയി, സാമ്രാജ്യങ്ങൾ മാറി വന്നു, പക്ഷേ യേശുവിന്റെ തുറന്ന വാതിലിനെ, തുറന്ന കല്ലറ അടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. സത്യം സത്യമായി തന്നെ അത് തുടരുന്നു. നിങ്ങളുടെ മുൻപിൽ ദൈവം അതേ വലിയൊരു വാതിൽ, തുറന്ന വാതിൽ വയ്ക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം നിങ്ങൾ തകർക്കപ്പെട്ടവരാണ്, നീ കരഞ്ഞവരാണ്, നീ മറ്റുള്ളവർ മുൻപിൽ അവഹേളിക്കപ്പെട്ടവനാണ്. അവിടെ മുൻപിൽ you are going to experience an open door. ദൈവത്തിന്റെ കൃപയാൽ ഒരു തുറന്ന വാതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വയ്ക്കുവാൻ പോകുന്നു. എന്നാൽ ആ വാതിൽ തുറക്കുവാൻ നിന്റെ വായ് അടയട്ടെ. ദൈവത്തിന്റെ വാതിൽ തുറക്കുവാൻ നിന്റെ വായ് അടയട്ടെ. നിന്റെ വായ് അടയുമ്പോൾ ആ വാതിൽ തുറക്കും. വായ് അടഞ്ഞാൽ വാതിൽ തുറക്കും. ക്രിസ്ത്യാനിയെ, വായ് അടഞ്ഞാൽ വാതിൽ തുറക്കാൻ കാര്യമെന്ത്? രോമൻ കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു കർത്താവ് വായടച്ച് അവൻ മൗനമായിരുന്നു. വീണ്ടും വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകം 17 അധ്യായം 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി പൊരുതുന്ന ഒരു കുഞ്ഞാടിനെ കാണുവാൻ തക്കോണം കഴിയുന്നു.
വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു യുദ്ധത്തിന്റെ ചിത്രം വളരെ ഗംഭീരമായി അധ്യായമായി കിടക്കുന്നു. ആ യുദ്ധം 3-ാം ലോക മഹായുദ്ധമാണോ എനിക്കറിയത്തില്ല. പക്ഷെ തിരുവചനത്തിൽ കിടക്കുന്ന അതിന്റെ പേര് അർമഗദോൻ എന്നാണ്. അർമഗദോൻ താഴ്വരയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഇതാ യഹൂദന് നേരെ ഒന്നിച്ചു കൂടുന്നു. വേദപുസ്തകം ശക്തവും കൃത്യമായി പറയുന്നു, പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ ആ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ഈവൻ റഷ്യൻ പട്ടാളം കടന്നു വരികയാണ്. ടർക്കിഷ് ആർമി മാർച്ച് ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ വലിയ ശക്തികൾ യഹൂദന് നേരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നതുമില്ല, മയങ്ങുന്നതും ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് LDF അല്ല, UDF അല്ല, മൂന്നാം മുന്നണിയല്ല, മനുഷ്യരല്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സർവശക്തനായ ദൈവം അത്രേ. കാരണം കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, നിന്നോട് പൊരുതുന്നവരുടെ ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരുടെ ഞാൻ വാദിക്കും, നിനക്ക് എതിരായി വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഇതാ വലിയ യുദ്ധം, ലോകരാജ്യങ്ങൾ യഹൂദന് നേരെ പൊരുതുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ ഇതാ കുഞ്ഞാട് പൊരുതുന്നതായി വേദപുസ്തകം പറയുന്നു. 17-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 14-ാം വാക്യത്തിൽ ഈ കുഞ്ഞാട് അവരോട് പൊരുതുന്നു. താൻ തന്നെ രാജാതി രാജാവും കർത്താതി കർത്താവും ആകയാൽ അവരോട് പൊരുതി ജയിക്കത്തില്ല, അവർ അവനോട് പൊരുതി ജയിക്കത്തില്ല എന്ന് തിരുവചനം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി സൈന്യം പാളയമിറങ്ങിയാലും ദൈവം നിങ്ങൾക്കായി പൊരുതുന്നു. 91-ാം സങ്കീർത്തനത്തിന് പ്രസിദ്ധമായ വാക്യം, ഓ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അവ നിന്നോട് അടുക്കയില്ല. നിനക്കെതിരെ പോരാട്ടം വരത്തില്ല, വെല്ലുവിളിയും ആക്ഷേപവും ഉണ്ടാകത്തില്ല എന്നല്ല തിരുവചനം പറയുന്നത്. നിനക്കെതിരെ പോരാട്ടം വരും, ആക്ഷേപം ഉയരും, നിനക്കെതിരെ ശക്തികളും ശബ്ദങ്ങളും ഉയരും, എങ്കിലും അവയ്ക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തില്ല. കാരണം നീ പഞ്ചായത്ത് വകയല്ല, സർവശക്തനായ ദൈവത്തിന്റെ വകയത്രേ. നിന്നെ തൊടുന്നവർ അവന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതായ കർത്താവ്. വേദപുസ്തകം പറയുന്നു, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ശക്തനായ രാജാവ് ഇതാ ഒരു ദിവസം മുന്നോട്ട് യുദ്ധത്തിനായി കടന്നു പോകുകയാണ്. 3 ശക്തികൾ തനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ യഹോശാഫാത്തിന് ഒരു പ്രൊഫറ്റിക് കീ, ഒരു പ്രവചന താക്കോൽ തന്നിൽ ഒരു വെളിപ്പാടായി കിട്ടുന്നു. ആ പ്രൊഫറ്റിക് കീക്ക്, ആ പ്രവചന താക്കോലിനും ഒരു വെളിപ്പാടെന്ന് ഞാൻ പറയട്ടെ. ആ യുദ്ധം ചെയ്യുവാൻ, ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട വെളിപ്പാട് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു. നിന്റെ മുൻപിൽ കീറാമുട്ടിയായി നിൽക്കുന്നതായ വിഷയം കൈകാര്യം ചെയ്യുവാൻ നിനക്കും കോർപ്പറേഷൻ ഓഫീസിൽ നിന്നല്ല, മന്ത്രിസഭയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു പ്രൊഫറ്റിക് കീ, ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം ദൈവം നൽകിയാണ്. ദൈവം പ്രോബ്ലം ക്രിയേറ്റർ അല്ല, അവൻ സൊല്യൂഷൻ മേക്കർ അത്രേ. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നവൻ അവല്ല, അവൻ നിന്റെ പരിഹാരിയായ ദൈവമാണ്. പുറപ്പാട് 15:26 കർത്താവ് പറഞ്ഞു, നാനേ ഉൻ പരിഹാരിയായ കർത്തർ. ദൈവത്തിന്റെ വചനത്തിന്റെ അർത്ഥം ഇതാണ്, അതെ, ഞാൻ നിന്റെ പരിഹാരിയായ കർത്താവ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. പരിഹാരം വരുത്തുന്ന ദൈവം. ഈ ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ആരവാരം, പോരുകളെയും പോർക്കളങ്ങളുടെയും ആരവാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പരിഹാരവും കണ്ടിട്ടുണ്ട്. ഇതാ ഒരു ജയത്തിന്റെ കൊടിയെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഉയർത്തുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ കനകുന്ന് കൊട്ടാരത്തിന് അരികിലൂടെ പ്രത്യേകിച്ച് രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായി നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും ഇന്ത്യൻ ഫ്ലാഗ് അതെ നിന്ന് പാറിക്കളിക്കുന്നത്. ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചുറ്റുപാടെല്ലാം ഇരുട്ടായിരിക്കുമ്പോൾ ഇങ്ങനെ പാറിക്കളിക്കുന്നു. സഹോദരങ്ങളെ, അതേപോലെ ചിന്തിച്ചാട്ടെ, ദൈവം ജയത്തിന്റെ കൊടിയെ നിങ്ങൾക്കായി ഉയർത്തുന്നു. ചുറ്റും ഇരുട്ടായിരിക്കാം, പ്രശ്നമായിരിക്കാം, പക്ഷേ അതിൻ്റെ നടുവിലും ഒരു ജയത്തിന്റെ കൊടിയെ ദൈവം നിങ്ങൾക്കായി ഉയർത്തുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വിഷയത്തിൽ തിരുവചനം പറയുന്ന കർത്താവ് യേശു ക്രിസ്തു പാപങ്ങളെ ചുമന്ന കുഞ്ഞാട്, നമ്മെ വീണ്ടെടുത്ത കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട്, നമുക്ക് മാതൃകയായി മിണ്ടാതിരുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാട് തീർന്നതേ ഇല്ല. അതെ, അവൻ നമുക്ക് വേണ്ടി പൊരുതുന്ന കുഞ്ഞാട്. സഹോദരങ്ങളെ, വീണ്ടും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുഞ്ഞാടിന്റെ കോപം എന്ന് തിരുവചനം പറയുന്നു. The wrath of the Lamb of God. കുഞ്ഞാടിന്റെ കോപം.
എന്താ കുഞ്ഞാടിന്റെ കോപം അവിടെ വെളിപ്പെടുന്നത്? കുഞ്ഞാടിന്റെ കോപം വെളിപ്പെടുമ്പോൾ സാമാന്യ ജനം മാത്രമല്ല, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, രാജാക്കന്മാർ, നേതാക്കന്മാർ, മഹത്തുക്കൾ, സാധാരണക്കാർ എല്ലാവരും ഇതാ നിലവിളിക്കുന്ന ഒരു ചിത്രം തിരുവചനം പറയുന്നു. രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളതായ സകല ജനവും ഇതാ നിലവിളിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് തിരുവചനം പറയുന്നു. രാഷ്ട്ര തലവന്മാർ പോലും നിലവിളിക്കുന്ന ഒരു ഭയങ്കര ദിവസം. കുഞ്ഞാടിന്റെ കോപത്തിന് മുൻപിൽ നിൽപ്പാൻ കഴിയാതെ അവരിതാ നിലവിളിക്കുകയാണ്. കാരണം എന്ത്? ഒരു ന്യായവിധിയുടെ ദിവസം നമ്മുടെ മുൻപിലുണ്ട്. മറന്നു പോകല്ല. ക്രിസ്തു ഇല്ലാത്തവർ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ, യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞവർ, രക്ഷിക്കപ്പെടാത്തവർ, അവർ ഒരു ദിവസം കർത്താവിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് കൃത്യമായി തിരുവചനം പറയുന്നു. ഓ, കുഞ്ഞാടിന്റെ കോപം അതെത്രയോ ശക്തമത്രേ. തിളച്ചു മറിയുന്ന ലാവാ പ്രവാഹത്തെക്കാൾ ഉഗ്രമായി വെളിപ്പെടുന്നതായ കുഞ്ഞാടിന്റെ കോപം, ഒരറ്റത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഭയങ്കര കോപം. എന്തുകൊണ്ടാണ് ബ്രദർ ഒരറ്റത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഭയങ്കര കോപത്തെക്കുറിച്ച് തിരുവചനം പറയുന്നത്? മറക്കരുത്, മററ്റത്ത് വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര സ്നേഹമുണ്ട്. മററ്റത്ത് വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര സ്നേഹത്തെ മനുഷ്യർ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇതാ ഭയങ്കര കോപത്തെ മറുവശത്ത് വെളിപ്പെടുന്നു. ഒരറ്റത്ത് ഭയങ്കര സ്നേഹം, മറുവശത്ത് ഭയങ്കര കോപം. ഒരുപക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകത്തില്ല. ഒരറ്റത്ത് വെളിപ്പെട്ടതായ ഭയങ്കര സ്നേഹമുണ്ട്. നമ്മുടെ ദൈവത്തിന് സ്നേഹമുണ്ട് എന്നല്ല തിരുവചനം പറയുന്നത്. ദൈവം സ്നേഹം തന്നെ. ശബ്ദമുയർത്തി പറഞ്ഞേ, ദൈവം സ്നേഹം തന്നെ. അപ്പന് സ്നേഹമുണ്ട്, അമ്മയ്ക്ക് സ്നേഹമുണ്ട്, സഹോദരങ്ങൾക്ക് സ്നേഹമുണ്ട്. പക്ഷേ ദൈവം സ്നേഹം തന്നെ. നിത്യമായ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചവൻ. ആ സ്നേഹം ക്രൂശിന്മേൽ വെളിപ്പെട്ടു. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ നാം ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. യേശു കർത്താവിൽ വെളിപ്പെട്ടതായ വലിയ സ്നേഹം. എന്നാൽ ആ ക്രൂശിൽ വെളിപ്പെട്ടതായ സ്നേഹത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇതാ കോപം വെളിപ്പെടുന്നു. വേണ്ട സഹോദരൻ, ആ പാപം വേണ്ട, ആ മദ്യപാനം വേണ്ട, ആ വ്യഭിചാരം വേണ്ട, ആ പോർണോഗ്രാഫി വേണ്ട. ദൈവത്തിന്റെ കോപത്തിൽ നീ എരിഞ്ഞ തീരേണ്ടവനല്ല. ദൈവത്തിന്റെ കോപത്തിന്റെ ന്യായവിധിയിൽ നീ കത്തുന്ന നരകത്തിലേക്ക് വീഴേണ്ടവനല്ല. എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ ന്യായവിധിയും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകലർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. നിനക്ക് ന്യായവിധിയല്ല വേണ്ടിയത്, നിനക്ക് നിത്യമായ സ്വർഗമത്രേ നിനക്ക് വേണ്ടിയത്. അതെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അവസാനമായി തിരുവചനം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു ജയിച്ച രാജാവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ യഹൂദ ഗോത്രത്തിലെ സിംഹം മുദ്ര പൊട്ടിച്ചു എന്ന് കാണുവാൻ യോഹന്നാൻ തിരികെയാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹം, ആ ജയിച്ചവനെ ഞാൻ കാണട്ടെ, ജയിച്ചവനെ കാണട്ടെ എന്ന് പറഞ്ഞവൻ യോഹന്നാൻ തിരിയുമ്പോൾ ജയിച്ചവനെ കാണുവാൻ തിരിയുമ്പോൾ അവൻ കണ്ടത് അറുക്കപ്പെട്ട കുഞ്ഞാടായി യേശു നിന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ലോകം നിങ്ങളുടെ ജയമാണ് കാണുന്നത്, നിങ്ങളുടെ സക്സസ് ആണ് കാണുന്നത്. എന്തൊരു മഹത്വം, എന്തൊരു അഭിഷേകം, എന്തൊരു ബുദ്ധിശാലി, എന്തൊരു പദവി, എന്തൊരു സക്സസ് ആയ ബിസിനസ്. ഒരു വശത്ത് ലോകം നിങ്ങളുടെ ജയം 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 മാത്രം കാണുമ്പോൾ മറുവശത്ത് വേറൊരു വശം കൂടെയുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ തകർക്കപ്പെട്ടവരായി നിൽക്കുന്ന അവസ്ഥ. ഇന്ന് നിങ്ങൾ തകർന്ന് നിൽക്കുന്നു, ഇന്ന് നിങ്ങൾ മുറിവേറ്റ് നിൽക്കുന്നു, ഇന്ന് നിങ്ങൾ കരയപ്പെടുന്നു. അതിൽ ആ തകർച്ചയിൽ നിങ്ങൾ തീർന്നു പോകുന്നില്ല. മറുവശത്ത് ഒരു ജയത്തിൻ്റെ പീഠം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചവരായി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ഒരു വശത്ത് വെല്ലുവിളികളുണ്ടെങ്കിലും തകർച്ചകളുണ്ടെങ്കിലും മറുവശത്ത് ഒരു ജയത്തിൻ്റെ പീഠം നിങ്ങൾക്കായുണ്ട്. അവസാനമായി വെളിപ്പാട് പുസ്തകം 22:3 പറയുന്നു, കുഞ്ഞാടിനോട് കൂടെ ദൈവസഭ വാഴുവാൻ പോകുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ നാം ഇതാ വാഴുവാൻ വേണ്ടി പോകുന്നു. ഒരു ദിവസം ദൈവത്തിൻ്റെ സമയത്ത് അവൻ കടന്നു വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തൊനിയോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വാഴുവാൻ വേണ്ടി പോകുന്നു. നമ്മുടെ പാപങ്ങളെ ചുമന്നവൻ, അതേ നമ്മുടെ വീണ്ടെടുത്തവൻ, നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി തീർന്നവൻ, നമ്മുടെ മാതൃകാ പുരുഷനായി തീർന്നവൻ, നമുക്ക് വേണ്ടി പൊരുതുന്നവൻ, കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ, ജയിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ. ഇത് പകൽക്കാലം അതെ ആ കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് എത്തി നോക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.